നമസ്കാരം. എന്നോടൊപ്പം ഇപ്പം ഉള്ളത് അഞ്ജു ശ്രീകണ്ഠനാണ്. അഞ്ജു ശ്രീകണ്ഠൻ പ്രവാസിയാണ്. അതിൽ വളരെ എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന, അല്ലെങ്കിൽ ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത്, ഈ അടുത്ത സമയത്ത് ഒരു നാടകം കാണാൻ ഇടയായി. നമ്മുടെ പ്രിയപ്പെട്ട ഷാബുവിൻ്റെ വലിയൊരു ക്രിയേഷനായിരുന്നു. ആ നാടകത്തിൽ വെച്ചാണ് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് കേട്ടോ. വളരെ സന്തോഷം തോന്നി. അതായത് അപാരമായ മനോഹരമായ പെർഫോമൻസ്. ഇനി ഒരു ചോദ്യമാണ് വരുന്നത്. എങ്ങനെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, ഒരു നാടകത്തിലേക്ക് എത്തിപ്പെടുന്നത്? നാടകത്തിലേക്ക് എത്തിപ്പെട്ടത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നാട്ടിലേക്ക് പോകണം. കാരണം നാട്ടിൽ നിന്നാണ് നാടകത്തിൻ്റെ ആ ഒരു ലൈഫിൻ്റെ അഭിനയത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. ഞാൻ പഠിച്ചതൊക്കെ ജേർണലിസമാണ്, മാസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ആ സമയത്ത് ബൈലോപ്പള്ളി സംസ്കൃത ഭവനിൽ വെച്ചിട്ട് നാടകത്തിൻ്റെ ക്ലാസ്സുകളും നാടകം എങ്ങനെ അഭിനയിക്കണം എന്നുള്ളത് പഠിപ്പിക്കുന്നത് നമ്മുടെ അലിയാർ സാറ്, നമ്മുടെ ശബ്ദത്തിൻ്റെയൊക്കെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള അലിയാർ സാറിൻ്റെ ക്ലാസ് നടക്കുന്നു എന്ന് അറിഞ്ഞു. അങ്ങനെ ഞാൻ പോയി ജോയിൻ ചെയ്തതാണ്. ആദ്യത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് ആയി. പിന്നെ സാറ് കോളേജായിട്ട് റിലേറ്റ് ചെയ്തൊക്കെ ക്ലാസ്സുകൾ അവിടെ നടത്തുമായിരുന്നു. അപ്പോൾ അതിനൊക്കെ അലിയാർ സാറാണ് ഗുരു എന്നാണ് ബൈലോപ്പള്ളി സംസ്കൃത ഭവനിൽ നിന്നുമാണ് നാടക കളരിയിലേക്ക് ഞാൻ എത്തുന്നത്. ഇവിടെ ഗൾഫിൽ വന്നതിന് ശേഷം ആദ്യത്തെ ഒരു നാടകം അല്ലെങ്കിൽ അഭിനയം എന്ന രീതിയിൽ ഏതിലേക്ക് എത്തിയത്? ആദ്യവും ആക്ച്വലി കണ്ണകിയാണ് ചെയ്തത്. ആദ്യത്തെ നാടകവും കണ്ണകിയായിരുന്നു. പക്ഷെ അതിൽ ഞാൻ ചെയ്തിരുന്ന ക്യാരക്ടർ ഈ ഒരു നാടകത്തിൽ കണ്ണകിയാണ് പറയുന്നത്. ഈ കണ്ണകി കഴിഞ്ഞിട്ട് ഒരു ദേവി പ്രത്യക്ഷപ്പെട്ട് കണ്ണകിയോട് ശാന്തിയാകും പറയുന്നൊരു, ശാന്തിയാകും മകളെ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. ദേവി പറയുന്നു. പിന്നെ കണ്ണകി ഒരു ദേവിയായിട്ടുള്ള ചൈതന്യം, ഒരു ക്യാരക്ടർ ഇങ്ങനെ പോകുന്നുണ്ട്. ആ ഒരു സ്റ്റോറി അറിയുന്ന ആളുകൾക്ക് അറിയാം. അപ്പോൾ അതിൽ ദേവിയായിട്ടാണ് ഞാൻ നമ്മുടെ ഷാർജയിൽ സഫാരി മോളിൽ വെച്ച് ക്യാരക്ടർ ചെയ്തത്. അന്ന് കണ്ണകി വേറൊരാളായിരുന്നു, ഞാൻ കണ്ണകിയെ ശാന്തിയാക്കാൻ വരുന്ന ദേവിയായിരുന്നു. ഷാർജയിലെ ഈ പെർഫോമൻസ് പറയുമ്പം അപ്പം ട്രിവാൻഡ്രത്തും ഈ പറയുമ്പോൾ ഇല്ലേ, അവിടെ ആദ്യമായിട്ട് ചെയ്ത ഏതായിരുന്നു? അവിടെ ആദ്യമായിട്ട് ചെയ്തത് ഹിഡുംബി ആയിരുന്നു. ഹിഡുംബി ചെയ്തു. പിന്നെ ദ ലാസ്റ്റ് ലീഫ് എന്ന് പറഞ്ഞിട്ട് ഒരു നാടകം ചെയ്തു. ദ ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്ന ഒരു കഥാപ്രസംഗമായിരുന്നു. ഒരു ബുക്കുണ്ട്, അത് നാടകമാക്കിയപ്പോൾ അതിൽ അഭിനയിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നിരക്ഷരൻ, അതും ഒരു കഥാപ്രസംഗമായിരുന്നു. അത് കഥാപ്രസംഗം നാടകമാക്കി ഞാൻ തന്നെയാണ് അറിയില്ല, അത് ബ്ലഡിലുണ്ടാവും. അച്ഛൻ കുറച്ച് പാട്ടും കലയൊക്കെ ഭയങ്കര സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഈ എന്താണ് ഈ പെർഫോമൻസ് നമ്മൾ ആ ക്യാരക്ടർ ആകുമ്പോഴായിരിക്കും അല്ലേ ഒരു ശരിക്കും ഒരു ആ ഒരു പവർ റേറ്റിംഗ് വരുന്നത്. ഈ ഒരു കണ്ണകിയുടെ സംബന്ധിച്ചിടത്തോളം ഷാബു ചേട്ടൻ്റെ ആക്ച്വലി ഒരേ പ്രോഗ്രാം രണ്ടാമത്തെ വേദിയായിരുന്നു അജ്മാനായത്. അപ്പോൾ ആദ്യത്തെ പ്രോഗ്രാമിൽ ഞാനില്ലായിരുന്നു, ഈ ഒരു പാർട്ട് ഉണ്ടായിരുന്നില്ല. അപ്പം അന്ന് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഞാൻ ഷാബു ചേട്ടനോട് പരാതി പറഞ്ഞായിരുന്നു, എന്നെ വിളിച്ചില്ലല്ലോ എന്ന്. ഞാൻ പരാതി, ഷാബു ചേട്ടൻ അയ്യോ അഞ്ജു ഞാൻ വിട്ടുപോയിട്ടോ, റിയലി സോറി, അടുത്ത പ്രോഗ്രാം വരുമ്പോൾ ഉറപ്പായിട്ടും അഞ്ജുവിനെ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രോഗ്രാമിന് എനിക്കൊന്നൊരു 1 മന്ത് മുന്നേ ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അഞ്ജു ഇങ്ങനെ ഞാൻ പുതുതായിട്ട് ഒന്നുകൂടി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പുതുതായിട്ട് തമിഴ് നാടക ചരിത്രം പറയുന്ന ചിലപ്പതികാരം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ണകി ആകാനായിട്ട് അഞ്ജു റെഡിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പിന്നെന്താ റെഡിയാണ് ഉറപ്പായിട്ടും. അപ്പോഴും എനിക്ക് അറിയില്ലായിരുന്നു ഇത് തമിഴിലാണെന്നുള്ളത്. എന്റെ മനസ്സിൽ എന്താണ്, മലയാളത്തിലുള്ള കണ്ണകിയല്ലേ, ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് അഞ്ജു ഞാൻ ഡയലോഗ്സ് അയക്കാമെന്ന് കഴിഞ്ഞിട്ട് ഡയലോഗ് കിട്ടിയപ്പോഴാണ്, ദൈവമേ പെട്ടല്ലോ, ഇതെങ്ങനെ ഞാൻ ഇനി തമിഴ് പഠിക്കും? കാരണം തമിഴുമല്ല, കൊടും തമിഴാണ്. ആദ്യത്തെ സമയത്ത് നാടക ചരിത്രം വരുമ്പം തമിഴിൽ നിന്നാണല്ലോ. അതെ, തമിഴ് കൊടും തമിഴായിരുന്നു ആദ്യം. തമിഴ് കറക്റ്റായിട്ട് മനസ്സിലാകാത്ത പോലെ ഒരു ലാംഗ്വേജ് ആയിരുന്നു. തമിഴാണ്, പക്ഷെ ആദ്യകാലത്തെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചലഞ്ചിങ് ക്യാരക്ടർ തന്നെയായിരുന്നു എനിക്കിത്. പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തു. നമ്മളെപ്പോലുള്ള കാണുന്നവർ തന്നെ പറയുന്നത്. എനിക്ക് തോന്നുന്നു അത് നാടകം കഴിഞ്ഞപ്പോഴേക്കും അവിടെ കൂടി എല്ലാവരെയും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ കണ്ണകിയെ വന്ന് ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഷാബു ചേട്ടൻ ഒത്തിരി ഹാപ്പിയായി. അപ്പോൾ എനിക്ക് എന്നെ വിശ്വസിച്ച് ചെയ്യിപ്പിച്ചത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതിലൊരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഷാബു ചേട്ടനോടാണ് ഈ കമന്റ് അല്ലേ? ഷാബു ചേട്ടനോടാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ നാടകം നന്നായി പെർഫോം ചെയ്യുന്നു. മറ്റ് സിനിമ ഇടയ്ക്ക് ചെയ്തു എന്ന് പറഞ്ഞു. ഇടയ്ക്കൊരു സിനിമ ചെയ്തിരുന്നു. പിന്നെ 1-2 സിനിമകൾ ഇവിടെ ദുബായിൽ ഷൂട്ട് ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ഈ പ്രോഗ്രാം ചെയ്യുന്നത് കാരണം പോകാൻ പറ്റിയിട്ടില്ല. കാരണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് ഫുൾ ഡേ നിൽക്കണമല്ലോ. അപ്പം
പറ്റിയില്ല. പിന്നെ ടൈം കിട്ടിയപ്പോൾ ഒന്ന് ചെയ്തത്, ലാസ്റ്റ് ചെയ്തത് ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന് പറയുന്ന എം.എ. നിഷാദ്. അപ്പം ഇത് തന്നെ നമ്മുടെ ആക്ടിങ് നമ്മുടെ പാഷനാണ്. ആക്ടിങ് ഒരു പാഷനാണ്. അതും എനിക്ക് ഫിലിമിനേക്കാളും നാടകങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം. ശരി. നാടകത്തിനോടാണ് കൂടുതൽ ആഗ്രഹവും. അതെന്തേ എല്ലാവരും പറയും എനിക്ക് സിനിമയാണ് ഇഷ്ടമാണെന്നല്ലേ പറയുന്നത്? അറിയില്ല, എനിക്ക് സിനിമയിൽ എനിക്കൊരു അഭിനയം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ നാടകത്തിൽ കിട്ടുന്ന അത്രയും ഒരു കംഫർട്ട് സോൺ എനിക്ക് കിട്ടുന്നില്ല. നമുക്ക് മാക്സിമം നമ്മളിലുള്ള കഴിവ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വേദി നാടകമെന്ന് എനിക്ക് തോന്നുള്ളൂ. സിനിമയിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇതിനു മുന്നേ നാട്ടിൽ ഞാൻ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്, ഡബ്ബിങ് ചെയ്യുമായിരുന്നു. അപ്പം ആ സമയത്ത് വെച്ച് നോക്കുമ്പോഴും പക്ഷേ എനിക്ക് നാടകത്തിൽ എനിക്ക് ഭയങ്കര ഒരു കംഫർട്ടാണ്. എനിക്ക് എന്നിലുള്ള കംപ്ലീറ്റ് കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് നാടകത്തിൽ കിട്ടുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. നാടകങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം. ഇതല്ലാതെ മറ്റെന്താണ് ഹോബി? ഹോബി എനിക്ക് ഏറ്റവും ഇഷ്ടം വെറൈറ്റി ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. റിയലി? എൻ്റെ ഏറ്റവും അതുകൊണ്ടാണ് ചിരിക്കരുതെന്ന് പറഞ്ഞത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് സ്പോട്ടുകൾ എവിടെ ഉണ്ടെങ്കിലും അവിടേക്ക് പോയിട്ട് അത് ട്രൈ ചെയ്യണം. പിന്നെ മ്യൂസിക് പാട്ട് കേൾക്കും. ഡാൻസ് ചെയ്യുമായിരുന്നു കുറേ മുന്നേ. ഇപ്പോൾ വീണ്ടും അത് പൊടി തട്ടിയെടുക്കണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. ഓക്കെ. ഇത് ചോദിക്കുമ്പോൾ എനിക്കറിയേണ്ടത് എങ്ങനെയാണ് ഗൾഫിലേക്ക് എത്തിയത്? ഇവിടേക്ക് എത്തിയത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇവിടേക്ക് വരും എന്നുള്ളത്. ലൈഫിൻ്റെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളിങ്ങനെ എത്തിപ്പെടും എന്ന് പറയില്ലേ, അതെല്ലാം ഒരു നിമിത്തം എന്നൊക്കെ വിശ്വസിക്കുന്ന ഇതിനൊക്കെ ശേഷമാണ് ഞാൻ വിശ്വസിച്ചു തുടങ്ങിയത്. ഒട്ടും പ്രതീക്ഷിക്കാണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഡാൻസ് സ്കൂളിലേക്കാണ് ആദ്യം വരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു FB പോസ്റ്റ് ഇട്ടു, ഇങ്ങനെ ഇന്ന സ്കൂളിലേക്ക് ആളെ വേണം എന്നുള്ളത്. അപ്പം ഞാൻ ചോദിച്ചു ഞാൻ മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നാൽ തൃശ്ശൂർ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ, പോകാമോ അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അച്ഛനും കൂടി ട്രിവാൻഡ്രത്ത് നിന്ന് തൃശ്ശൂർ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പാസ്സായി. നെക്സ്റ്റ് വീക്കിൽ ഞാൻ ഇവിടേക്ക് എത്തി. അങ്ങനെയാണ് ദുബായിലേക്ക് ആദ്യമായിട്ട് കാലെടുത്ത് വെച്ചത്. അപ്പം അന്ന് വരുമ്പോൾ ആകെ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം എൻ്റെ അച്ഛനെ ഈ നാട്ടിൽ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു. അത് എല്ലാവരും ചോദിക്കും. അത് എൻ്റെ FB കുറേ മുന്നേ ഉള്ള ആളുകൾക്ക് അറിയാം. അവർ ഒത്തിരി പുറകിൽ പോയി. ആക്ച്വലി ഇപ്പോൾ ഒത്തിരി ആളുകൾ അച്ഛനെ അമ്മയെ കൊണ്ടുവന്നിട്ടുള്ള വീഡിയോസ് ഒക്കെ വൈറലാകുമ്പോൾ ഞാൻ നോക്കും, കുറേ മുന്നേ ഇതൊക്കെ ചെയ്ത ഒരാളാണ് ഞാൻ. അന്ന് ആ ചെയ്യുമ്പോൾ ഉള്ളത്, കാരണം എൻ്റെ അച്ഛൻ 5ാമത്തെ പാസ്പോർട്ടിലാണ് ഇവിടേക്ക് വരുന്നത്. ആദ്യ വർഷം വരാൻ വേണ്ടിയിട്ട് ഒത്തിരി ട്രൈ ചെയ്തിരുന്നു. ഒത്തിരി പേര് പറ്റിച്ചു അച്ഛനെ. പിന്നെ കിട്ടിയ വിസയൊക്കെ സഹോദരങ്ങൾക്ക് അവരുടെ ഹസ്ബൻഡിനും ഒക്കെ ആയിട്ടൊക്കെ അവർ പോയി രക്ഷപ്പെടട്ടെ എന്നിട്ട് എന്നെ കൊണ്ടുപോകുന്നു കരുതിയിട്ട് കിട്ടിയ വിസയൊക്കെ ഇങ്ങനെ എല്ലാവർക്കും കൊടുത്ത് ലാസ്റ്റ് പിന്നെ ഒരാൾ ഒത്തിരി അച്ഛൻ ട്രസ്റ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റ് കുറച്ച് കൂടുതലായിരുന്നു കൊടുത്തു. അവിടെയും പറ്റിക്കപ്പെട്ടു. പിന്നെ അച്ഛൻ പറഞ്ഞു ഇനി ഞാൻ ആ നാട്ടിലേക്കില്ല. അങ്ങനെ അത് കാണുന്നൊരു മോളായിരുന്നു, കുഞ്ഞിലെ ഇങ്ങനെ കണ്ടു വളർന്നത് അതൊക്കെ. അപ്പോൾ ആദ്യമായിട്ട് വന്നപ്പോൾ എൻ്റെ മൈൻഡിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, എന്തായാലും എൻ്റെ അച്ഛനെ എനിക്ക് ഇവിടെ കൊണ്ടുവരണം എന്നുള്ളത്. പക്ഷെ ഞാൻ ഡാൻസ് സ്കൂളിൽ വന്നിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ നിർത്തിയിട്ട് നാട്ടിൽ പോയി. പ്രവാസത്തിൽ വന്നിട്ട് പെട്ടെന്ന് അങ്ങനെ ഓടിപ്പോയത്? കാരണം അന്ന് ഞാൻ ഈ പ്രവാസ ലോകത്തേക്ക് വരുമ്പോൾ എൻ്റെ കുഞ്ഞിന് 1 വയസ്സായിട്ടേ ഉള്ളൂ, കുഞ്ഞു മോനായിരുന്നു. അപ്പോൾ അവനെ എൻ്റെ അമ്മയിലെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ കാണാണ്ടിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ തിരിച്ചു പോയി. പക്ഷേ എല്ലാവരും പറയാറുണ്ട് ഒരു വട്ടം ഇവിടെ ഈ മണ്ണിൽ കാല് കുത്തിയാൽ വീണ്ടും വരേണ്ടി വരുന്നുള്ളത് സത്യമാണ്. വീണ്ടും വരേണ്ടി വന്നു. പിന്നെ ജോലി ചെയ്തു. ജോലി എന്ന് പറയുന്നത് 12 മണിക്കൂർ ഡ്യൂട്ടി ആയിരുന്നു അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ റൂമിൽ ഷെയറിങ് ആയിരുന്നു. ഫസ്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഞാനാണ്, ഏറ്റവും ലാസ്റ്റ് ചെന്ന് കയറുന്നത് ഞാനായിരുന്നു. ആകെ ഒരു ഫ്രൈഡേ മാത്രമേ ലീവ് ഉള്ളായിരുന്നു. അന്നായിരുന്നു നഷ്ടത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക, ഒന്നിനും ടൈം ഇല്ലാത്ത ഒരവസ്ഥ. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും പറയുന്ന പോലെ തന്നെ പട്ടിണി കിടന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇവരെ കൊണ്ടുവരണം എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ ആക്കി കൊണ്ടുവന്നപ്പോൾ അച്ഛനെയും അമ്മയും മോനെയും ഒരുമിച്ച് കൊണ്ടുവന്നു. അപ്പം അന്ന് ഒത്തിരി പേര് അതിന് സപ്പോർട്ട് ചെയ്തായിരുന്നു. അഞ്ജു ഇങ്ങനെ ചെയ്തല്ലോ, നിങ്ങൾക്ക് ഒരു മോള് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് അവരെ കൊണ്ടുവന്നു. ഇന്നിപ്പോൾ എനിക്ക് പറയാം, ഇന്ന് അച്ഛനും അമ്മയും മോനും ഒക്കെ ഇവിടെ ഉണ്ട് എൻ്റെ കൂടെ. അതൊത്തിരി സന്തോഷമാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ പറഞ്ഞ ഇപ്പോൾ പട്ടിണി കിടന്നിട്ടുണ്ട്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ബോൾഡായ ഒരു ലേഡി, ഇപ്പം പ്രവാസിയായിട്ട് പലരും സ്ത്രീകൾ ഇവിടെ ഗൾഫിലേക്ക് വരുമ്പോൾ ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങൾ യഥാർത്ഥത്തിൽ സ്ട്രോങ് ആയിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും അല്ലേ? എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ, ഇപ്പൊ പലതും ഞാൻ കാണുന്നത് പലരും വരുന്നു എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. പക്ഷേ ജോലി ചെയ്ത് ജീവിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോവുക. അങ്ങനെ ജീവിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു തൃപ്തി ഉണ്ടാവും, ഒരു സംതൃപ്തി ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷെ ഇപ്പോൾ പലതും കാണുമ്പോൾ ഞാൻ ആലോചിക്കുക, എന്താ ഇവർക്ക് ഇങ്ങനെയെന്ന് ആലോചിക്കുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ അവിടുന്ന് വന്നു ഇവിടെ
ചില അഡ്ജസ്റ്റ്മെന്റുകളിൽ ജീവിക്കുന്ന ആൾക്കാരിലേക്ക് ജീവിക്കുന്ന ആളുകളിലേക്ക്. പക്ഷെ അവരെങ്ങും എവിടെയെങ്കിലും എത്തുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചില ആളുകൾ ഇപ്പോൾ നോക്കും, പല ആളുകൾ അവരൊക്കെ അങ്ങനെ എത്തിയില്ല, അങ്ങനെ ചെയ്തെന്ന് കരുതുമായിരിക്കും. പക്ഷേ എന്തൊക്കെ ചെയ്താലും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് മാനസികമായിട്ടൊരു ഇതുണ്ടാവുമല്ലോ, നമ്മൾ ഇതിങ്ങനെ ചെയ്തതാണ്, ഇത് ചെയ്തതാണെന്നുള്ള രീതി ഉണ്ടാവുമല്ലോ. ഈ മണ്ണിൽ വന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആകാം, ആകാൻ പറ്റും. അത് അങ്ങനെ വന്നാലേ ആകാൻ പറ്റൂ എന്നുള്ളതിനൊരു ഉദാഹരണമാണ് ഞാൻ. ഇപ്പം എനിക്ക് എൻ്റെ പേരിൽ 2 കമ്പനീസ് ഉണ്ട്. ഒന്ന് M Square, അതൊരു പാർട്ട്ണർ കമ്പനിയാണ്. ഒന്ന് ഇൻജാസ് അൽമർജാൻ. അപ്പോൾ അത് രണ്ട് കമ്പനിയുടെ എന്റർപ്രണർ ആണ്. അതെ, കണ്ടാ പറയില്ല. അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. അതുകൊണ്ടാണ് ആളുകൾക്ക് ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പലയിടത്തും ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ വന്ന നാളിലേക്ക് ആർക്കും അറിയില്ല, ഞാൻ ഈ കഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്തുള്ള സ്റ്റാഫുകൾക്കൊക്കെ അറിയാം ഈ 12 മണിക്കൂർ ഡ്യൂട്ടി. എനിക്കൊന്നൊരു 2.5-3 വർഷം. ആദ്യത്തെ എൻ്റെ പോസ്റ്റ് അലൈനിലായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ദുബായിൽ വന്നു, അൽക്കൂസിലായിരുന്നു കമ്പനി കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ കയറുമ്പോഴും എനിക്ക് സന്തോഷം പറയാനുള്ള ഏറ്റവും കൂടുതൽ സാലറി മേടിച്ച് കയറിയതും ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ സാലറി ഇരുന്ന് ഇറങ്ങുന്ന ആളും ഞാനായിരുന്നു. ഇന്ന് പോയാലും എന്നെ ജോലിക്ക് അവിടെ കയറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പം അത്രമാത്രം അറിയാത്തൊരു ഫീൽഡിലായിരുന്നു, പക്ഷെ അതൊക്കെ പഠിച്ച് അത് ചെയ്തു എന്നുള്ളത് പറയുമ്പോൾ സന്തോഷമുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റർ ആയിട്ടാണ് ഇവിടുത്തെ ഓരോ ആക്ടിവിറ്റിയിലും പോകുന്നത് അല്ലേ? അപ്പം ഒരു ആസ് എ ലേഡി എന്ന രീതിയിൽ ഇപ്പം പൊതുവേ നമുക്ക് ഉള്ളതാണ് ലേഡി ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെന്ന്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇവിടെ ലേഡി പ്രോബ്ലം ഫേസ് ചെയ്യുന്നതിനേക്കാളും ഞാൻ കൂടുതലായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഇല്ല, പക്ഷെ ആളുകൾക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു മടി. ഈവൻ ലേഡീസിൻ്റെ ഭാഗത്തു നിന്ന് ആണെങ്കിൽ പോലും. കാരണം ഇപ്പോൾ എൻ്റെ പ്രായം നോക്കുമ്പോൾ എൻ്റെ സർക്കിളിലുള്ള ആളുകളൊക്കെ എന്നെക്കാളും ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ. ഇപ്പോൾ ഫാമിലീസ് ആയാലും ഏത് ഗ്രൂപ്പിൽ നോക്കി, അപ്പോൾ അവർക്ക് അക്സെപ്റ്റൻസ് കുറച്ച് കുറവാണ്. ഇവളിപ്പോൾ വന്നു, ഇത്രേ ആയിട്ടുള്ളൂ, നമ്മളൊക്കെ കുറേ നാളായി ഇവിടെ എന്നൊരു മനോഭാവം എല്ലായിടത്തും ഉണ്ട്. ഞാൻ എല്ലായിടത്തും ഫേസ് ചെയ്യുന്നൊരു കാര്യം ഇതാണ്. നമ്മൾ ഇന്ന ആളാണ്, ഇന്ന ഇതാണ്. ഇപ്പോൾ നമ്മളൊരു വേദിയിൽ ഫ്രണ്ടിൽ പോയി വലിയ ആളായിപ്പോയി എന്നൊരു മൈൻഡാണ് ആളുകൾക്ക്. അപ്പം അല്ലെങ്കിൽ ഓക്കെ ഈ പ്രായത്തിൽ അവർ സ്ട്രഗിൾ ചെയ്ത് ഇത്രയായി എത്തി എന്നുള്ളൊരു ചിന്ത ആരിലുമില്ല. അതിപ്പം ഒരു സ്ഥലത്തുമില്ല, എവിടെയൊന്നും അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എല്ലായിടത്തും ഇത്രയേ ഉള്ളൂ, എന്തോ സംഭവമായി എന്നുള്ള രീതി മാത്രം. അതെന്തുകൊണ്ട് ആളുകൾക്ക് മാറാത്ത? അതിപ്പോൾ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും എത്ര എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലൊന്നും ഒരു കാര്യമില്ല. അത് ചിന്തകൾ നമുക്ക് ആരും ഒന്നും കൊണ്ടു തരില്ലല്ലോ. ഞാൻ ഒത്തിരി കഷ്ടപ്പെടാൻ പറയില്ല. ഞാൻ ബേസിക്കലി ജേർണലിസം ആണ്, മാസ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നാട്ടിലെ ചാനലുകളിൽ വർക്ക് ചെയ്തിട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്താണ് ഇവിടെ വന്നതും. പിന്നെ ആദ്യം പറഞ്ഞ പോലെ കുറേ നാൾ വർക്ക് ചെയ്തു, 3 വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ച് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ അപ്പോഴും ഞാൻ തീരുമാനിച്ചു ഇനി ഒന്നിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ചാനൽസിൽ സ്ലോട്ട്, ഇവിടുത്തെ 2 ലോക്കൽ ചാനലിലും സ്ലോട്ട് എടുത്ത് അതിൽ ഓപ്പറേഷൻസ് ആയിരുന്നു. പിന്നെ കോവിഡ് ടൈമിൽ എപ്പോഴേക്കും പിന്നെ അത് ഡൗൺ ആയപ്പോൾ പിന്നെ ഞങ്ങളത് മെയിൻ ചാനലിലേക്ക് മാറ്റി. പിന്നെ ട്രാവലായിരുന്നു, GCC കംപ്ലീറ്റ് ട്രാവൽ ചെയ്യും. അവിടെയുള്ള ഏകദേശം ഒരു 300-400ഓളം എപ്പിസോഡുകൾ GCCയിൽ മൊത്തമായിട്ട് ചെയ്തിട്ടുണ്ട്, നാട്ടിലൊക്കെ ആയിട്ട്. എനിവേ താങ്ക് യു, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. തീർച്ചയായിട്ടും ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമാണ്. വീണ്ടും നമുക്ക് കാണാം, വീണ്ടും കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്.